ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇന്ത്യവരം തറവാടാണ്. എല്ലാവരും നമ്മുടെ ഗൗതമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അരുന്ധതി പറയുകയാണ്, ചില പെണ്ണുങ്ങൾ ഒരുമ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെ ഇങ്ങനെയാ വശീകരിച്ചു വലയിൽ വീഴ്ത്തും. പിന്നെ ആ പെണ്ണുങ്ങൾ പറയുന്നത് മാത്രമേ ആണുങ്ങളൊക്കെ കേൾക്കത്തുള്ളത്. അപ്പൊ ലക്ഷ്മിക്ക് ഇതങ്ങോട്ട് കൊണ്ടുവിട്ടപ്പോ ലക്ഷ്മിക്ക് സഹിക്കുന്നില്ല. സ്വന്തം മകന്റെ കാര്യമാണല്ലോ പറയുന്നത്. ലക്ഷ്മി പറഞ്ഞു, എൻ്റെ മോൻ ഇങ്ങനെ ഒന്നും ചെയ്യാത്തതായിരുന്നു. എൻ്റെ മോൻ്റെ സ്വഭാവം എന്താ ഇത്ര പെട്ടെന്ന് മാറിയെന്ന് എനിക്കറിയില്ല. അവനൊരു പാവമല്ലായിരുന്നോ, കുടുംബത്തിനോട് സ്നേഹമുള്ളവനല്ലായിരുന്നോ? അതൊക്കെ ശരിയാ ലക്ഷ്മി, നീ പറയുന്നതൊക്കെ ശരിയാ. ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ എൻ്റെ മഹാദേവേട്ടനും. എന്നിട്ട് എന്താ ആയത്, എന്താ സംഭവിച്ചത്? ഞാൻ കണ്ണടച്ചു വിശ്വസിച്ചു. എന്നിട്ട് എല്ലാം മാറി മറിഞ്ഞു. അതാ പറയുന്നത്, പുരാണങ്ങളിൽ പോലും ചില സ്ത്രീകളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ മോഹിനി എന്ന് പറയുന്ന സ്ത്രീയെ കാണിച്ചതൊക്കെ നീ കേട്ടിട്ടില്ലേ? അത് പുരാണങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് പല ജീവിതങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി പറഞ്ഞു, അതെ, ഗൗതമിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നത് നന്ദേനെയും കൂടെ കുറ്റം പറയണം. നന്ദയുടെ ഭാഗത്ത് തെറ്റുണ്ട്. ദേ മോഹിനി, വെറുതെ നാവിൽ വരുന്നത് മൊത്തം വിളിച്ചു പറയാൻ നിൽക്കരുതേ. എൻ്റെ പൊന്ന് ഏടത്തി, ഉള്ളത് ഞാൻ പറഞ്ഞതാ. എനിക്കാരെയും പൊതിഞ്ഞു പിടിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അരുന്ധതി പറഞ്ഞു, നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എന്തേ, നന്ദ എന്ന ഗൗതമിന്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടുള്ളത്? അവക്ക് പഠിക്കണം, ഗൗതം സാറിന്റെ സംരക്ഷണം മാത്രം മതി, ദാമ്പത്യം വേണ്ട എന്നിങ്ങനെയൊക്കെ അല്ലായിരുന്നോ? ഇപ്പോഴല്ലേ അവര് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത്? മോഹിനി, അതൊക്കെ പണ്ടല്ലായിരുന്നോ? ഇപ്പം നന്ദയും ഗൗതവും എല്ലാ അർത്ഥത്തിലും ഭാര്യയും ഭർത്താവും തന്നെയാ. പിന്നെ ഞാനേ പണ്ടത്തെ കാര്യമൊന്നും അല്ല പറഞ്ഞത്. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്ക. എത്ര നാളു മുതലായി അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഭാര്യമാരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭർത്താവിന്റെ കൂടെ നിൽക്കണം. ഇല്ലെങ്കിലേ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഗൗതം എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യയുടെ ഇത് പ്രതീക്ഷിച്ചു കാണും. അത് കിട്ടാതെ വന്നപ്പോഴത്തേക്കും നാട്ടിൽ വേറെ ബന്ധം ഉണ്ടാക്കി. അതിനിപ്പോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ അരുന്ധതി പറഞ്ഞത്, അവനൊരു ബന്ധവും ഇല്ലെന്നല്ലേ ഇപ്പോഴും പറയുന്നത്. അതങ്ങനെയല്ലേ പറയൂ ഏടത്തി? ദേ, ആരെങ്കിലും അവിഹിത ബന്ധമുണ്ടെന്ന് ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ആശുപത്രിയിൽ മിസ്സിസ് അഭിരാമി ഗൗതം എന്നെഴുതിയിട്ടുണ്ടെന്നല്ലേ പിങ്കി പറഞ്ഞത്. അതിൽ തന്നെ ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ. ഇനിയിപ്പൊ എന്താ തെളിച്ച് വായിക്കാൻ മറ്റുള്ളത്? അപ്പൊ നമ്മുടെ ലക്ഷ്മി എണീറ്റ് വന്നിട്ട്, ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല. അവൻ എൻ്റെ മകനാണെങ്കിൽ അവൻ താലി കെട്ട ഭാര്യയ്ക്കൊപ്പം അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് ഞാൻ പറയും. മടിയിൽ വെക്കാനേ ഇത് അടയ്ക്കല്ല, അടയ്ക്കാമരമായിട്ട് ഗൗതം മാറി. അത് മറക്കണ്ട. ദേ മോഹിനി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ ഇനി ഇപ്പൊ നിങ്ങളുടെയൊക്കെ കാര്യം. അപ്പൊ നമ്മുടെ അരുന്ധതി പറഞ്ഞു, വിഷമിക്കാതെ അരുന്ധതി, അല്ല ലക്ഷ്മി, അല്ലടത്തി, എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വരന് മാത്രമേ ഇനി അവന്റെ മനസ്സ് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗമില്ല എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ലക്ഷ്മി വല്ലാത്ത സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കും നമ്മുടെ നന്ദേനെയാണ്. അപ്പൊ നന്ദ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് ചെല്ലുക. എന്നിട്ട് പിങ്കി ചോദിച്ചു, നീ എന്താ കരയാണോ? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? നമ്മളെ പെണ്ണുങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിലേ ആണുങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു കരുത്ത് കിട്ടും. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. അല്ല, എന്ത് ഐഡിയ പിങ്കിക്ക് തോന്നുന്നത്? ഗൗതം പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണെന്നല്ലേ? അത് കള്ളത്തരമാണെന്ന് നമുക്ക് തെളിയിക്കണം. കള്ളത്തരമാണെങ്കിൽ അല്ല, അത് പറയാന്നത്ര എളുപ്പമല്ലല്ലോ. ഡിപ്പാർട്ട്മെന്റ് വഴി ആരെങ്കിലും വിളിച്ച് ചോദിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ മോശമായ കാര്യമല്ലേ? കമ്മീഷണർ സാറിനെ വിളിച്ചാൽ തന്നെ ഗൗതം സാറിനെ ഇഷ്ടപ്പെടില്ല. അന്ന് തന്നെ ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. തന്നെയല്ല, സാർ ഇവിടെ വന്നപ്പം സാറ് ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല. അപ്പൊ പിന്നെ കമ്മീഷണറുടെ കാര്യം നീ ഒഴിവാക്കുന്നെന്താ? മറ്റാരെങ്കിലും നിന്റെ പരിചയത്തിലുണ്ടോ ഡിപ്പാർട്ട്മെന്റില്? നിന്റെ അച്ഛൻ പോലീസുകാരനായിരുന്നല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ ആയിട്ട് നിനക്ക് പരിചയം കാണുമല്ലോ. ഒന്ന് നീ ചിന്തിച്ച് നോക്ക്. ഇപ്പം നമ്മുടെ ഗൗതമിന്റെ ഡ്യൂട്ടി ആയിട്ട് കണക്ട് ചെയ്യാൻ സംസാരിക്കാൻ പറ്റിയ ആരെങ്കിലും? ഉണ്ട്, ഒരാളുണ്ട്. ഞാൻ അയാളെ ഒന്ന് വിളിച്ചാലോ? അപ്പോഴത്തേക്കും ആരുടെ കാര്യം നീ പറയുന്നത്? അങ്ങനെ ഒരാളുണ്ട്. ഏതായാലും ഞാൻ പിങ്കിയോട് പറയാം. ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് ADGPയുടെ കാര്യമാണ്. ഓഹോ, ADGP. ഇതേതായാലും ഒരു 1.5 കൊളുത്ത് തന്നെ ആയിരിക്കും നന്ദ. അത് നല്ല കൊളുത്ത് തന്നെയാ. നമുക്കിവിടെ വെച്ച് ഒന്ന് അന്വേഷിക്കാം. ഗൗതം എന്ന സ്രാവിനെ
കൂടോടെ പൊക്കാൻ കുറഞ്ഞത് ADGP എങ്കിലും വേണം. അതേ പറ്റൂ. നമുക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിഞ്ഞാൽ മതിയല്ലോ. അഭിരാമി എന്ന ഒരു പെണ്ണിനെ ഡിപ്പാർട്ട്മെന്റ് വഴി ഗൗതത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നറിയണം. അതാണല്ലോ നമ്മുടെ മുഖ്യ ലക്ഷ്യം. അതറിയാൻ വേണ്ടി നമുക്ക് ADGP എങ്കിൽ ADGP നമുക്ക് ഒന്ന് അന്വേഷിക്കാം. നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. എത്രയും പെട്ടെന്ന് നമുക്ക് കാണണം എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ നന്ദേനെ കുത്തി തിരിച്ചിളക്കി ADGPനെ കാണാനായിട്ട് നമ്മുടെ നന്ദയും പിങ്കിയും ഇവിടെ വെച്ച് പിടിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഗൗതം ഹോസ്പിറ്റലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഗൗതമിന്റെ പുറകെ ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ അർജുൻ അങ്ങനെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ADGPനെ കാണാനായിട്ട് നന്ദയും പിങ്കിയും കൂടെ ചെന്നു. അപ്പോഴത്തേക്ക് ADGP പറഞ്ഞു, നന്ദ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും സന്തോഷ വാർത്തയുണ്ടെന്നാ. ഏതായാലും ഇത്രയും വലിയൊരു ആരോപണമായിട്ട് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഗൗതം ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. അല്ല സാറേ, എനിക്ക് ഞാൻ എന്താ പറയുക, ഞങ്ങൾ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റർ പരിശോധിച്ച് ഞങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞതാ. ഞങ്ങൾ നേരിട്ട് കണ്ടതാ. അഭിരാമി എന്നൊരു പെണ്ണിനെ ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത് അത് ഞങ്ങൾ നേരിട്ട് കണ്ടു. അത് നേരിട്ട് കണ്ടത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു, അല്ല സാർ, ഗൗതം പറഞ്ഞിരിക്കുന്നത് ഇത് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വമാണെന്നാ. അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കള്ളമാണെന്ന് മനസ്സിലാകും. ഇപ്പം ഏതായാലും പൂർണ്ണമായിട്ടും കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഒരു കാര്യം പറഞ്ഞാൽ മതി സാറ്. ഏതായാലും ഇത്രയും വലിയ ഓപ്പറേഷൻ നടന്നപ്പം അത് സാറും അറിയാതെ ഇരിക്കത്തില്ലല്ലോ. ഒരാളെ ഭാര്യയായിട്ട് അഭിനയിപ്പിക്കുക, അവിടെ കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ശരിയാ. പിന്നെ കാടൻകൊല്ലിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. തീവ്രവാദികൾക്കൊപ്പമാണ് ആ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ഓപ്പറേഷൻ അവിടെ തീർന്നതാ. അല്ല, അപ്പൊ പിന്നെ ഈ അഭിരാമി എന്ന ആ ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചിട്ടുണ്ടോ? അത് സാറിന് അറിയാതിരിക്കില്ലല്ലോ. ഒറ്റ വാക്കിൽ പറഞ്ഞ നന്ദ ഇല്ലാന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ദൗത്യം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ ഗൗതം എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ പിങ്കി പറഞ്ഞു, മിസ്റ്റേക്ക് തന്നെയാണ് സാർ, മിസ്റ്റേക്ക് തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സ്ത്രീയെ കൊണ്ട് നടന്ന് ഭാര്യ എന്ന അഡ്രസ്സൊക്കെ കൊടുക്കുന്നത് അതൊക്കെ അത്രയ്ക്ക് നല്ല കാര്യമല്ലല്ലോ. ഇതിന്റെയൊക്കെ അർത്ഥം ഗൗതം സാർ തെറ്റ് ചെയ്തു എന്ന് തന്നെയല്ലേ? അല്ല, ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ടാസ്കുകൾ മാത്രമല്ലല്ലോ ഒരു ആൾക്കുള്ളത്, ഒരു IPSനുള്ളത്. ഒരു IPSന് വേറെ എന്തൊക്കെ കാര്യങ്ങൾ കാണും? അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ചിലപ്പം പുറത്തു പറയാത്ത പല കാര്യങ്ങളും കാണും. ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ശക്തമായ വിവര ശൃംഖലയുടെ ആദ്യ അറ്റം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഗൗതമിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഗൗതമിന് പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും. ആ വഴിയും ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ എന്നിങ്ങനെ നമ്മുടെ ADGP ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ നന്ദ പറഞ്ഞു, അല്ല സാർ, എന്താണെങ്കിലും ഞാൻ ഭാര്യയല്ലേ, എന്നോട് പറയാലോ. ഒരിക്കലും ഇല്ല നന്ദ, അത് തെറ്റിപ്പോയി. ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഓരോരോ രഹസ്യങ്ങൾ സൂക്ഷിക്കുമെന്ന് അത് നന്ദയ്ക്ക് അറിയില്ല. അത് പുറത്തു പോലും പറയാൻ പറ്റില്ലാത്ത കുറെ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്താണെങ്കിൽ പിങ്കി ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ് നമ്മുടെ ഗൗതമിന്റെ തലയിൽ അതങ്ങ് അടിച്ചേൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം പിങ്കി പറയുന്നുണ്ട്, കുടുംബത്തെ മൊത്തം വെറുപ്പിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലോ ചെയ്യുന്ന കാര്യങ്ങളായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അവിഹിതമാണെന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നത്. ഏതായാലും ഇത്രയും സാർ പറഞ്ഞു തന്നല്ലോ. ഏതായാലും ഞങ്ങൾ എന്തെങ്കിലും ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം സാർ, ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് നന്ദേനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ പിങ്കി വീണ്ടും കുറ്റമല്ല, അന്വേഷണത്തിൽ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് നമ്മുടെ ADGP, ഗൗതം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഗൗതമിന് വിശ്വാസമാണ്. പിന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, നിങ്ങളെ അന്വേഷണമായിട്ട് മുന്നോട്ട് പൊക്കോ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ADGP നമ്മുടെ നന്ദയുടെ പിങ്കിനെ അങ്ങ് വിടുന്നത്. ഏതായാലും ഇവർ പോയി കഴിയുമ്പോഴത്തേക്ക് ADGP മനസ്സിലിങ്ങനെ വിചാരിക്കുക, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നം മണക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ മനസ്സിൽ. ഏതായാലും ഇതേ സമയം ആയിക്കോട്ടെ, വീണ്ടും നമ്മുടെ പിങ്കി പോലീസ് സ്റ്റേഷന് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു ബോർഡിൽ കുറെ നോട്ടീസുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ അഖില എന്ന ക്യാപ്റ്റൻ അഖിലയെ കാണാതായി എന്ന ആ ഒരു ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മുടെ പിങ്കിയുടെ മനസ്സിലൂടെ ഓടുന്നുണ്ട്. അപ്പം പിങ്കിക്ക് കുറച്ച് കൂർമ്മബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ പിങ്കി ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദേനെ തന്നെയാണ് കേട്ടോ. അപ്പം നന്ദ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വീണ്ടും ചെല്ലുന്നത്. അങ്ങനെ പിങ്കിനെ കണ്ടത്, എന്താ നന്ദ, എന്താ പിങ്കി എന്നിങ്ങനെ ചോദിച്ചു.
അപ്പം നമ്മുടെ പിങ്കി പറഞ്ഞു, ഞാനൊരു ഗൗരവമുള്ള കാര്യം പറയാൻ വേണ്ടി വന്നതാ. അല്ല എന്താ പ്രശ്നം? അതിനു മുമ്പ് 1-2 കാര്യങ്ങളിൽ എനിക്ക് ക്ലാരിറ്റി ചെയ്യാനുണ്ട്. നീ ചോദിച്ചോ. കാടങ്കല്ലി ഓപ്പറേഷന് മുമ്പ് എപ്പോഴെങ്കിലും അഭിരാമി എന്ന സ്ത്രീയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ നമ്മുടെ ഗൗതം? എൻ്റെ ഓർമ്മയിൽ ഇല്ലല്ലോ. അങ്ങനെ സംസാരിച്ചിട്ടില്ല. അല്ല, ഗൗതത്തിന് അഭിരാമിയുടെ ഫോൺ വന്നിട്ടുണ്ടോ? അതിനു മുമ്പില്ല. ആ കാടങ്കല്ലി ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ, ആ സമയത്ത് അഭിരാമി വിളിക്കുന്നത്, ആ സമയത്ത് വന്നിട്ടുണ്ട്. ഓഹോ, അപ്പം കാടൻകൊല്ലിയുമായിട്ട് അഭിരാമിക്ക് എന്തെങ്കിലും ബന്ധം കാണില്ലേ നന്ദ? ആ വഴി ഒന്ന് ചിന്തിച്ചുകൂടെ എന്നിങ്ങനെ നമ്മുടെ പിങ്കി ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നീ അഭിരാമീനെ കുറിച്ച് ആദ്യമായിട്ട് ചോദിച്ചപ്പോഴത്തേക്കും എന്താണ് ഗൗതം സാറ് പറഞ്ഞത്? അത് ഒന്നും പറഞ്ഞില്ല, എന്തോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ശരിയാ. എങ്കിൽ പിന്നെ ഗൗതവും അഭിരാമിയും തമ്മിലുള്ള ബന്ധം വീട്ടിൽ മറച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മോശം ബന്ധം തന്നെയല്ലേ? കാടൻകൊല്ലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു മോശം ബന്ധം. പിന്നെ മറ്റൊരു കാര്യം നീ ശ്രദ്ധിച്ചോ? ഗൗതം അഭിരാമിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ചെയ്ത് ലീവ് എടുക്കും. അങ്ങനെ ഒരു ലീവ് എടുക്കുന്നതിന് ഇതിന് മാത്രം വലിയ കഷ്ടപ്പാടില്ലല്ലോ. ബന്ധുവോ മറ്റും ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ കമ്മീഷണർ സാറിനോട് പറഞ്ഞത് എന്താണെന്ന് നീ ഓർക്കുന്നുണ്ടോ? അത് മറ്റൊരു കാര്യമാണെന്നല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ DGPയോട് പറഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെയൊരു സംഭവം. അപ്പം അത് ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ കാമുകേനെയും കൊണ്ട് ഹോസ്പിറ്റലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ബന്ധുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലാണെന്ന് പറയാമല്ലോ. അതിന് പ്രശ്നമില്ലല്ലോ. പക്ഷേ അതും ചെയ്തില്ല. എന്തുകൊണ്ടാണ് അതും ചെയ്യാത്തത്? അല്ല പിങ്കി, നീ എന്താ ഉദ്ദേശിക്കുന്നത്? സിമ്പിളായിട്ട് ഞാൻ പറയാം. സംഗതി അവിഹിത ബന്ധം ആയതുകൊണ്ട് വീട്ടിൽ പറയാൻ പറ്റില്ല. ഈ കാടൻകൊല്ലിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് പോയപ്പം കിട്ടിയ ചിലപ്പം അവിഹിത ബന്ധമാണെന്നും ഞാൻ പറയുന്നില്ല, കാരണം അതിനു മുമ്പുള്ളൊരു ബന്ധം തന്നെയാണ്. പക്ഷേ കാടൻകൊല്ലിയിൽ പോയപ്പോഴാണ് ഈ അവിഹിത ബന്ധത്തിന് കൂടുതൽ ഉറപ്പ് വന്നത്. അതിനും എന്തെങ്കിലും ഒരു കാരണം കാണും, എന്തെങ്കിലും ഒരു കാരണം മറിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു, അല്ല എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിങ്കി. എനിക്ക് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും നമ്മൾ? നീ വെറും പൊട്ടിയാ. നമ്മുടെ ഗൗതം ചെയ്യുന്നത് ഒരു ക്രൈമാണ്, ക്രൈം. ആ ക്രൈം ഒരിക്കലും പുറത്ത് പറയാൻ പറ്റില്ല. അഭിരാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അല്ല, അതെങ്ങനെ ക്രൈമാകും? സ്വാതന്ത്ര്യമില്ല ഇവിടെ. അതുമല്ല, പ്രായപൂർത്തിയായ ഏതൊരു പെണ്ണിനെയും കൂട്ടി പ്രായപൂർത്തിയായ ഒരു പുരുഷന് ജീവിക്കാൻ പറ്റില്ലേ പിങ്കി? അതൊന്നും ശരിയല്ല. അതൊക്കെ ഞാനൊരു കാര്യം പറയാം. അതിലും എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ആ കാടൻകൊല്ലിയിൽ എന്തോ ഒന്ന് മണക്കുന്നുണ്ട്. അവിടെ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഗൗതം നമ്മളിൽ നിന്ന് മറയ്ക്കുന്ന എന്തോ ഒരു സംഭവം ഈ കാടൻകൊല്ലിയിലുണ്ട് എന്നിങ്ങനെ നമ്മുടെ പിങ്കി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പിങ്കി പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ക്യാപ്റ്റൻ അഖില അന്ന് ആ തീവ്രവാദിയുടെ കൂട്ടത്തിൽ നിന്ന് പുറപ്പെട്ടു പോയില്ലേ? അവളുമായിട്ട് ഇതിനെന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഇന്ന് ഞാനൊരു വാചകം അത് എടുക്കുകയും ചെയ്തു. രക്ഷപ്പെട്ടു പോയ ക്യാപ്റ്റൻ അഖിലയെക്കുറിച്ച് ആദിവാസികൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതറിയാമോ? അവള് ഗർഭിണിയാണെന്ന്. അതുമായിട്ടൊന്ന് കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ അഭിരാമിയുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട് വെച്ച് നോക്കിയാൽ അവളും ഗർഭിണിയാണ്. അപ്പം പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ തമ്മിൽ ഒരു ചെറിയ കണക്ഷനില്ലേ? അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. കാടൻകൊല്ലിയുമായി അഭിരാമിക്ക് എന്തോ കണക്ഷൻ ഉണ്ടെന്ന്. സത്യം കെട്ടുകഥകളെക്കാൾ വിചിത്രമാണെന്ന് നീ കേട്ടിട്ടില്ലേ നന്ദ? അതെ, ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താ പിങ്കി നീ പറയുന്നത്? നീ വെറുതെ തീറ്റിക്കാത്ത കാര്യം പറ. ഗൗതമിനൊപ്പമാണ് ആ സ്ത്രീ അഭിരാമി. അത് മറ്റാരുമല്ല, ക്യാപ്റ്റൻ അഖിലയാണത്. ഏതായാലും നമ്മുടെ പിങ്കിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിട്ടോ. വളച്ചൊടിച്ചാണെങ്കിലും കാര്യങ്ങളെല്ലാം നമ്മുടെ പിങ്കിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ പിങ്കി പൊട്ടിയല്ല, ഇച്ചിരി ബുദ്ധി അവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചത്. എന്നിട്ട് പിങ്കി പറയുക, മിക്കവാറും ആ കാടൻകൊല്ലി ആ ഒരു ഇതിനിടയിലായിരിക്കും അവളെ രക്ഷിച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഗൗതം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് പുറത്താരും അറിയാതെ, നമ്മൾ പോലും അറിയാതെ, ഭാര്യയായ നീ പോലും അറിയാതെ ഇത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇത് ക്യാപ്റ്റൻ അഖില തന്നെയാണ്. പിങ്കി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഒന്നും കൂടെ ചിന്തിക്കുകയാണ് കേട്ടോ. പഴയ കാര്യങ്ങൾ, ആ ഒരു ഫോൺ കോൾ വന്നപ്പം മാറി നിന്ന് സംസാരിച്ചത്. പക്ഷേ അവിഹിതമൊന്നുമില്ല എന്ന് നമ്മുടെ ഗൗതം
വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അങ്ങോട്ട് കൂട്ടി ആലോചിക്കുമ്പോൾ ശരിയാണ് നമ്മുടെ പിങ്കി പറഞ്ഞത്. ഇനിയിപ്പം ക്യാപ്റ്റൻ അഖില തന്നെ ആയിരിക്കും അഭിരാമി എന്ന ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മുടെ നന്ദയും എത്തിച്ചേരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി നിൽക്കുന്ന നമ്മുടെ പിങ്കിനെയും നന്ദേനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം കാത്തിരിക്കാം എന്തായിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോവാന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് പെട്ടെന്ന് കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.